തുടക്കം കണ്ടു കഴിഞ്ഞ് വന്ന നടുക്കം മാറാതെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു പടം. ഇതിന് ഓൾ താങ്ക്സ് ടു ജൂഡ് ആന്റണി ജോസഫ്. പുള്ളിക്കാരൻ നമ്മുടെ വിസ്മയ മോഹൻലാലിനെ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരിക്ക് അഭിനയം അറിയില്ല. പുള്ളിക്കാരി പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്, അഭിനയത്തിലുണ്ട്. പക്ഷേ ആക്ഷൻ, എൻ്റെ പൊന്നളിയാ, അതിനകത്ത് അവസാനമൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്ന ആക്ഷൻ എന്തുവാ, പുള്ളിക്കാരിയെ കൊണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നിങ്ങൾ പോയി കണ്ടു നോക്ക്. പൊളിപ്പടം, പൊളി ആക്ഷൻ മൂവി. ഇതൊരു ഫാമിലി മൂവി ആണ്. ആക്ഷൻ മൂവിയാണ് ആണ്. സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട്. അത് ക്രിഞ്ച് ആക്കാതെ അത് നല്ല രീതിയിൽ, എന്താ പറയാ, നല്ല രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള മെസ്സേജിനെ. ഫസ്റ്റ് ഹാഫ് എടാ സീറ്റ് എഡ്ജ് ത്രില്ലർ. നമ്മൾ ഇനി എന്താവും ഇങ്ങനെ നോക്കിയിരിക്കും. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ചെറിയൊരു ഒരു 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 സാധനം കൊടുത്തിട്ട്, ചെറിയൊരു സംഭവം കൊടുത്തിട്ട് ഒരു ചെറിയൊരു എഴച്ചിൽ പോലെ പോവെങ്കിലും, പക്ഷെ അവസാനം കൊണ്ടുവന്നിട്ട് ഈ സാധനം പോകുന്നൊരു ഒരു ഒരു കേറ്റമുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ഗ്രാഫ് കേറി ഇങ്ങനെ പീക്കിൽ പോയി, പിന്നെ നോർമലായി വന്ന്, സെക്കൻഡ് ഹാഫിൽ പിന്നെ ഒന്ന് കേറി, പിന്നെ നോർമലായിട്ട് വന്ന്, ലാസ്റ്റ് ഒരു 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 ഹൈ മൊമെന്റ് കൊണ്ട് തരുന്നൊരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒബ്വിയസ്ലി നമ്മുടെ വിസ്മയ മോഹൻലാലിന് എപ്പോൾ കിട്ടുകയാണ്, അപ്പോൾ അതിൻ്റെതായ പാമ്പറിങ്ങും അതിൻ്റെതായ കെയറിങ്ങും അതിൻ്റെതായ എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. ഒരു നല്ലൊരു തുടക്കമാണ് ഈ സിനിമ. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു ഈ സിനിമ നല്ല വിജയകരമാവുമെന്ന്. കാര്യം ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് നമ്മുടെ ആദ്യം പാട്ട് റിലീസായപ്പോഴും എനിക്ക് വലിയതൊന്നുമില്ല, നോർമലായിട്ട് പോകും, അത്രേ ഉള്ളൂ. ഞാൻ ഒട്ടും പ്രതീക്ഷയൊന്നും കൊടുത്തില്ല, ഞാൻ ഒരു ഹൈപ്ഡ് ഒന്നും അല്ല. ജസ്റ്റ് ബുക്ക് ചെയ്തു, നോർമലായിട്ട് പോയി കണ്ടു. ഈ പടം അങ്ങോട്ട് തുടങ്ങി എനിക്ക് അങ്ങോട്ട്, എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിക്കാതെ പോയോണ്ടാണെന്ന് തോന്നുന്നു. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടത്. നിങ്ങളും അതേപോലെ പോയി കാണുക. ഇതിന് ഓവർ ഹൈപ്പൊന്നും തരുന്നതല്ല. നോർമലായിട്ടൊരു പടം പോയി കാണുന്ന പോലെ പോയി കാണുക. പക്ഷെ നോർമലായിട്ടുള്ള പടമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അടിപൊളി ഒരു ത്രില്ലറാണ്. വിസ്മയ മോഹൻലാലിന് കിട്ടാവുന്നതിൽ വെച്ച് മികച്ച ഒരു തുടക്കം തന്നെയാണ് ഈ തുടക്കം എന്ന് പറയുന്ന ഈ സിനിമ. പിന്നെ ജൂഡ് ആന്റണി ജോസഫ്, ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു ജൂഡ് ആന്റണി ജോസഫ്. പുള്ളിക്കാരൻ്റെ ഡയറക്ഷൻ, പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ് ഈ പടം. അതായത് പുള്ളിക്കാരൻ്റെ നേരത്തെ പടങ്ങളൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല. 4, 5 പടങ്ങൾ എടുത്തിട്ടുള്ളൂ. 2018, അതുപോലെ തന്നെ ഓം ശാന്തി ഓശാന, അങ്ങനെയുള്ള എടുത്തു പറയാൻ പറ്റുന്ന ഇങ്ങനെയുള്ള പടങ്ങളൊന്നും പൊട്ടിയിട്ടുള്ളതൊന്നുമല്ല. നല്ല നല്ല കിടിലൻ പടങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ആ പടത്തിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി ഈ പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതിൽ വിസ്മയയ്ക്ക് പാർട്ടാവാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. കാര്യം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ്റെ മകളുടെ ഒരു തുടക്കം ഇത്രയും നന്നായിട്ട് പോയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഓബ്വിയസ്ലി പറയണമല്ലോ, ഇതിനകത്തെ വില്ലൻ നമ്മുടെ ആശിഷ്, പുള്ളി എൻ്റെ മോനെ, പുള്ളി ഇത് അഭിനയിച്ചതാണെങ്കിൽ പുള്ളി ഒരു കയ്യടി അർഹിക്കുന്നു. അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആക്ഷൻ, അതുപോലെ തന്നെ പുള്ളിക്കാരി എടുത്തിരിക്കുന്ന കുറേ ആക്ഷൻ സീക്വൻസസ്, അതൊക്കെ പക്ക ചെയ്തിട്ടുണ്ട് സാധനം. പിന്നെ ഈ സിനിമ പറയുന്ന മെസ്സേജ്, അത് ഭയങ്കര സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ നല്ല രീതിയിൽ ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അത് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ആ പടത്തിനോട് ഇന്നായിരിക്കും. ഒരു ആദ്യത്തെ ഒരു 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 15 മിനിറ്റത്തെ ആ നറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പടത്തിൽ ഇന്നാണ്. പടത്തിൽ, എന്താ പറയുക, എൻഗേജിങ് ആണ്. ഒട്ടും ബോറടിയൊന്നുമില്ല കേട്ടോ ഈ പടത്തിനകത്ത്. നല്ല എൻഗേജിങ് ആയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്നങ്ങ് കാണാം. പിന്നെ എഡിറ്റർ ചമൻ ചാക്കോ, എടാ എഡിറ്റർ ചമൻ ചാക്കോ, നിങ്ങളിനി ഐ ആം ഗെയിം എഡിറ്റ് ചെയ്യണം, ഇനി ഏതാണ്ട് ഖലീഫ ഇറങ്ങുന്ന അത് എഡിറ്റ് ചെയ്യണം, തുടക്കം എഡിറ്റ് ചെയ്ത്, ഇയാൾക്ക് റെസ്റ്റ് ഇല്ലയോ? അതുപോലെ തന്നെ ജെയ്ക്സ് ബിജോയും, പിന്നെ അയാൾക്കും ഇത് കുറേ ലൈനപ്പ് കിടപ്പുണ്ട്. ഇവർക്ക് എന്ത് ബിസിയാണെന്ന് ഞാൻ ആലോചിക്കുന്നു. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചമൻ ചാക്കോ ഇതിനകത്ത്. അയാളുടെ സാധനം എടുത്ത് പറയേണ്ടതാണ്. കാര്യം എഡിറ്റിങ്ങിലാണ് ഈ പടം മെയിനായിട്ട് ഉള്ളത്. കാര്യം വിസ്മയെ പോലുള്ള ഒരു പുള്ളിക്കാരിയുടെ, അത് ഡയറക്ഷനിലും വിസ്മയെ പോലുള്ള അഭിനയം അത്ര വശമില്ലാത്തൊരു പുള്ളിക്കാരിയുടെ എങ്ങനെ ക്യാപ്ചർ ചെയ്ത് എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഷോട്ടൊക്കെ കാണിച്ച് ക്രിഞ്ച് അടിപ്പിച്ച്, ആവശ്യമില്ലാത്ത അഭിനയം ഇല്ലാത്ത വരുത്തുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ മുഖത്ത് കാണിച്ച് അത് ബോറാക്കിയിട്ടില്ല. പുള്ളിക്കാരിക്ക് കൊണ്ട് എന്ത് പറ്റുമോ അത് പക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്താൽ പൊങ്ങാത്ത സാധനം എടുത്ത പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പുള്ളിക്കാരി നല്ല രീതിയിൽ വൃത്തിക്ക് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ഓവർ അഭിനയമൊന്നുമില്ല, അങ്ങ് ശോകം അഭിനയമൊന്നുമില്ല. ഒരു മീറ്ററുണ്ട്, അതിൽ സാധനം നൈസായിട്ട് എല്ലാവരും എന്താ പറയുക, ഒരു ട്യൂഷനൊക്കെ കൊടുത്ത് ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരിക്ക് ഫ്യൂച്ചറുണ്ട്. പുള്ളിക്കാരി നല്ല നല്ല സിനിമ ഇനി നമുക്ക് മലയാളികൾക്ക് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ വിസ്മയ്ക്ക് കിട്ടിയത് പെർഫെക്റ്റ് ഒരു 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 പ്രോഡക്റ്റാണ് ഈ തുടക്കം എന്ന് പറഞ്ഞ സിനിമ. ലാലേട്ടൻ ആദ്യം വന്നപ്പോഴും വലിയ അഭിനയമൊന്നും അല്ലായിരുന്നല്ലോ ആദ്യത്തെ സിനിമയിലൊന്നും. അപ്പോൾ അതുപോലെ തുടക്കത്തിലും വന്നിട്ട് വിസ്മയെ പൊളിച്ചിട്ട് പോയി. ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിലും നമുക്ക് വിസ്മയെ കാണാം. പിന്നെ ബാക്കിയുള്ള നെപ്പോ കിഡായ നമ്മുടെ സുരേഷിൻ്റെ
സുരേഷ് ഗോപിയുടെ മോനുണ്ടല്ലോ, മാധവ് സുരേഷ്. ഈ പുള്ളിക്കാരൻ ഇത് കണ്ട് പഠിക്കുക. എടാ പോയി അഭിനയം പഠിക്കടാ. മാധവ് സുരേഷ് നിനക്ക് പറ്റും. അഭിനയം നല്ല രീതിയിൽ ട്യൂഷൻ എടുക്ക്. ട്യൂഷൻ എടുത്തിട്ട് പെർഫോമൻസ് കാഴ്ചവെക്ക്. നിങ്ങൾക്കൊക്കെ പറ്റും. അവസരമുണ്ട്. കയ്യിലിരിക്കുവാ. ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനപ്സ് ഉണ്ട്. ആൾക്കാർ വന്ന് എടുത്തോളും. ഒന്ന് അഭിനയം കാഴ്ചവെക്ക്. നല്ല രീതിയിൽ അഭിനയം കാഴ്ചവെക്ക്. അല്ലാതെ ഗുണ്ടകളല്ല അതിനകത്ത് രണ്ടെന്ന് പറയുന്ന സാധനമൊക്കെ വിട്. ആ ഒരു സെറ്റപ്പ് വിട്. എന്നിട്ട് അഭിനയത്തിൽ ഫോക്കസ് ചെയ്യ്. കുറച്ച് നാളൊന്ന് ഒളിവിപ്പോ. പോയി അഭിനയം പഠിച്ചിട്ട് വാ. അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങാതെ. എനിക്കത്രേ പറയുന്നുള്ളൂ. അതാ കണ്ട് പഠി. ലാലേട്ടൻ്റെ മോള് ഒട്ടും അഭിനയം അറിയാതെ ഇരുന്നിട്ട് പുള്ളിക്കാരിയെ വെച്ചിട്ട് എടുത്ത് വെച്ചേക്കുന്നുണ്ട് പിള്ളേർ. അഭിനയം വേണം എന്ന്, അഭിനയമാണ് പാഷൻ, അല്ല സിനിമയിലാണ് നിൽക്കണം എന്നുള്ള ഒരു പാഷനാണ് ഉള്ളതെങ്കിൽ അഭിനയം പഠിക്കുക. മാധവ് സുരേഷ്. അങ്ങനെ തുടക്കം നല്ലൊരു തുടക്കമായിരുന്നു. എല്ലാവരും പോയി കാണുക. ബൈ.